إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാം അറിയുന്ന അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. സമാധാനത്തോടെ എല്ലാ സമയത്തും എല്ലാ മേഖലകളിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് പല പരീക്ഷണങ്ങളും പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരാറുണ്ട്. നമ്മുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്ന
നമ്മൾ തളർന്നു പോകുന്ന പല പരീക്ഷണങ്ങളും, പല ബുദ്ധിമുട്ടുകളും വേദനകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമ്മെ സഹായിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും ഒരാൾ ഉണ്ടാവുക എന്നത് നമുക്ക് വലിയ ആശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരു മനുഷ്യന്റെ എല്ലാ സാഹചര്യങ്ങളിലും, എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ പ്രയാസങ്ങളിലും, എല്ലാ അവസ്ഥകളിലും അല്ലാഹു കൂടെ ഉണ്ടാകുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചില സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത്തരം ആളുകളുടെ കൂടെ എപ്പോഴും അല്ലാഹു ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു അവരോടൊപ്പമാണ് എന്ന് ചില ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗമാണ് അസ്വാബിരീൻ, ക്ഷമിക്കുന്നവർ. ക്ഷമ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും കൈക്കൊള്ളുന്ന ആളുകൾക്ക് അല്ലാഹു എപ്പോഴും സഹായമായി ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ പല പരീക്ഷണങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ, സന്ദർഭങ്ങളിൽ പരീക്ഷണങ്ങൾ ഒരു മനുഷ്യൻ അനുഭവിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു, വലനബ്ലുവന്നകും, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഏറ്റവും പ്രയാസമുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ, മനുഷ്യൻ ഏറ്റവും ബുദ്ധിമുട്ടുന്ന 5 പരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. അൽ ഖൗഫ്, ഒന്ന് ഭയമാണ്. ഭയമുള്ള ഒരു ജീവിതം നൽകുക, ഒരു പരീക്ഷണ ഘട്ടം എന്ന് നൽകുക എന്നത്. വൽ ജൂഅ, വിശപ്പാണ്, പട്ടിണിയാണ്. മൂന്നാമത്തേത് വനഖസിം മിനൽ അംവാൽ, സാമ്പത്തികമായ ഞെരുക്കം, സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാവുക എന്ന്. വല്ലംഫുസ്, ജീവനഷ്ടമുണ്ടാവുക എന്നതാണ്. മരണം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. വസമറാത്ത്, ജീവിതത്തിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ വിഭവങ്ങൾ, കൃഷിയിടങ്ങൾ, ബിസിനസ് നശിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന്. 5 പരീക്ഷണങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. ഒന്ന് ഭയമാണ്, 2 വിശപ്പാണ്, പട്ടിണിയാണ്. അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടവും വിഭവ നഷ്ടവും ജീവനഷ്ടവുമൊക്കെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. നോക്കൂ നിങ്ങൾ, ഇതിലേതെങ്കിലും ഒരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സാമ്പത്തികമായ മേഖലകളിൽ പരാജയങ്ങൾ ഉണ്ടായാൽ,
നഷ്ടങ്ങൾ ഉണ്ടായാൽ, പ്രയാസങ്ങൾ ഉണ്ടായാൽ മനസ്സ് മടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. മനുഷ്യൻ തളർന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. മനുഷ്യൻ വലിയ പ്രയാസങ്ങളിലൂടെ, മാനസികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അവസാനം ജീവൻ വരെ നഷ്ടപ്പെടുത്തുന്ന ആത്മഹത്യ പോലെയുള്ള ഗുരുതരമായ തെറ്റിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ എന്താണ് ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈ പരീക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വബശ്ശിരി സ്വാബിരീൻ, അവിടെ ക്ഷമിക്കുന്നവർക്ക് വിജയമുണ്ട് എന്നാണ്, സന്തോഷ വാർത്തയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഈ 5 പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണം ജീവിതത്തിൽ കടന്നു വന്നാൽ സഹിക്കാൻ കഴിയാത്തവരാണ്, അതിനെ അതിജയിക്കാൻ കഴിയാത്തവരായി പലപ്പോഴും നമ്മളൊക്കെ മാറാറുണ്ട് എന്നതൊരു സത്യമാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 5 പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു ജനതയെക്കുറിച്ച്, ഒരു ജനവിഭാഗത്തെക്കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീൻ, ഗസ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠമുണ്ട്. ഖൗഫ്, ഭയം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും പേടിയോടെ, ഭയത്തോടെ, മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്ത ഒരു ജനതയായ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഭയം കൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥ. സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ച് ഒരല്പസമയം മനസ്സമാധാനത്തോടെ, സംതൃപ്തിയോടെ ഉറങ്ങാൻ കഴിയാത്ത ഒരു ജനത. തൊട്ടടുത്ത ബിൽഡിങ്ങിൽ, തൊട്ടടുത്ത വീടിൽ വലിയ ബോംബുകളും മിസൈലുകളും വന്ന് പതിക്കുന്ന ഭീകരമായ ശബ്ദം കേട്ട് ഞെട്ടിയുണരുന്ന പിഞ്ചുമക്കളുള്ള ഒരു നാട്. വിശപ്പ് കൊണ്ട്, പട്ടിണി കൊണ്ട്, ഭക്ഷണമില്ലായ്മ കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനത. ഖന്തഖ് യുദ്ധത്തിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. വയറ്റിൽ കല്ല് വെച്ച് പ്രവാചകനും സഹാബത്തും വിശപ്പ് സഹിക്കാനാകാതെ മുന്നോട്ട് പോയൊരു ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ പ്രയാസത്തിലൂടെയാണ് ഗസയിലെ, ഫലസ്തീനിലെ ജനങ്ങൾ, പിഞ്ചുമക്കൾ പോലും കടന്നു പോകുന്നത്. വയറ്റത്ത് കല്ല് കെട്ടിവെച്ച് വിശപ്പിനെ ശമനം തേടുന്ന ഒരു ജനതയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വനഖസിൻ മിനൽ അംവാൽ, ജീവിതത്തിൽ ഒരു ആയുസ് കൊണ്ട് നേടിയെടുത്ത മുഴുവൻ സമ്പത്തും, വീടും നാടും ബിൽഡിങ്ങുകളും എല്ലാം നശിച്ച് തകർത്ത് തരിപ്പണമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു ജനത, എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത. വൽ അൻഫുസ്, ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടവരും സ്നേഹിച്ചവരും വേണ്ടപ്പെട്ടവരുമെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ. മക്കളും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും കുടുംബവും അയൽവാസികളുമെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ പല ആളുകളുമുള്ള അനേകം മനുഷ്യരുള്ള ഒരു ജനത. ആ ജനത നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നാണ്. ആ ജനത ക്ഷമയുടെയും സഹനത്തിന്റെയും ഏകനായ റബ്ബിലുള്ള തവക്കുലിന്റെയും ധൈര്യത്തിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആ ജനത നമുക്ക് പഠിപ്പിക്കുന്ന വലിയ പാഠം ക്ഷമയാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുണ്യങ്ങളെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് വസ്സാബിരീന ഫിൽ ബഅസാഇ വദ്ദറാ വഹീനൽ ബഅസ് എന്നാണ്. വസ്സാബിരീൻ, ക്ഷമിക്കുന്നവർ, ക്ഷമിക്കുന്ന ആളുകൾ, ഫിൽ ബഅസാഇ വദ്ദറാ വഹീനൽ ബഅസ്, തന്റെ വിഷമതകളിലും ദുരിതങ്ങൾ നേരിടുമ്പോഴും യുദ്ധരംഗത്തും ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾ, ഏത് സമയത്തും ക്ഷമയോടെ മുന്നോട്ട് പോകുന്ന ആളുകൾ, അവരാണ് പുണ്യവാന്മാരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അജബൽ ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികളാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം ഉറച്ചിട്ടുണ്ടോ എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്.
അജബൻ ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ് എന്നാണ്. എന്താണ്? ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവനെല്ലാം, അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം അവന് നന്മയാണ് എന്നാണ്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സന്തോഷമാകട്ടെ, സന്താപമാകട്ടെ, ആനന്ദമാകട്ടെ, വിഷമതകളാകട്ടെ, അതെല്ലാം നമുക്ക് ഖൈറാണെന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കാറുണ്ടോ? എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, വിശ്വാസിക്കല്ലാതെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നന്മയാണെന്ന് ചിന്തിക്കാൻ, നന്മയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇൻ അസ്വാബത്തുഹു സറാ, അവനൊരു സന്തോഷമുണ്ടായാൽ, അവന് ആനന്ദമുള്ള ഒരു സന്ദർഭം ജീവിതത്തിൽ ഉണ്ടായാൽ, ശക്കറ, തന്റെ റബ്ബിനെ ഓർക്കുകയും അള്ളാഹുവിന് സദാസമയവും നന്ദി കാണിക്കുകയും ചെയ്യുന്നവനാണ്. ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയാണ്. വഇൻ അസ്വാബത്തുഹു സറാ, അവനൊരു ആപത്ത് ബാധിച്ചാൽ, വിഷമതയുണ്ടായാൽ, പ്രയാസകരമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകേണ്ട ഒരവസ്ഥ അവനുണ്ടായാൽ, സ്വബറ, അവൻ ക്ഷമിക്കുകയും ചെയ്യും. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന ചിന്തയോടെ ക്ഷമ കൈകൊള്ളുകയും ചെയ്യുന്നവനാണ് വിശ്വാസി എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസി എന്തായിരിക്കണം, പരീക്ഷണ ഘട്ടത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലക, ഇല്ലാ മാ കതബല്ലാഹു ലനാ. പറയുക, നിങ്ങളുടെ അല്ലാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ഒന്നും തന്നെ ബാധിക്കുകയില്ല എന്നാണ് വിശ്വാസി പരീക്ഷണ ഘട്ടത്തിൽ സ്വീകരിക്കുന്ന നിലപാടെന്നാണ്. എന്താ പറഞ്ഞത്? അല്ലാഹ് ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ, വിധിച്ചതല്ലാതെ, തീരുമാനിച്ചതല്ലാതെ എന്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല എന്നതാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, മാ അസ്വാബ മിൻ മുസീബത്തിൻ, എനിക്ക് ഒരാപത്തും ബാധിച്ചിട്ടില്ല എന്നാണ്. ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ, റബ്ബിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരാപത്തും ഒരു പരീക്ഷണവും ഒരു ദുരിതവും എന്നെ ബാധിച്ചിട്ടില്ല എന്നാണ് വിശ്വാസി ചിന്തിക്കേണ്ടത്. വിശ്വാസി ചിന്തിക്കേണ്ടത് അതായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്ത എന്ന് പറയുന്നത്. മാത്രമല്ല, പരീക്ഷണം അള്ളാഹുവിന്റെ തീരുമാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, യാ ഗുലാം, മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. യഹ്ഫദില്ലാഹ് യഹ്ഫദുക്, നീ റബ്ബിനെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ, നീ അല്ലാഹുവിനെ സദാസമയവും സൂക്ഷിക്കുന്നവനാണെങ്കിൽ, യഹ്ഫദുക്, നിന്നെ നിന്റെ റബ്ബ് സംരക്ഷിക്കുമെന്നാണ്. അല്ലാഹുവിൻ നിന്നെ സംരക്ഷിക്കുമെന്നാണ്. നീ ചോദിക്കുകയാണെങ്കിൽ നിന്റെ റബ്ബിനോട് ചോദിക്കണം. നീ സഹായം ചോദിക്കുകയാണെങ്കിൽ നിന്റെ റബ്ബിനോട് മാത്രം നീ സഹായം ചോദിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം, നീ അറിയണം മോനെ, നീ അറിയണം, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ, ഒരു സമൂഹം മുഴുവൻ, ഒരു ജനത മുഴുവൻ നിനക്കൊരു നന്മ ചെയ്യാൻ, ഉപകാരം ചെയ്യാൻ ഒരുമിച്ച് കൂടിയാൽ, തീരുമാനിച്ചാൽ, ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ, അള്ളാഹു തീരുമാനിച്ചതല്ലാതെ ഒരു നന്മയും ഒരു ഉപകാരവും അവർക്ക് നിനക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഒരു സമൂഹം മുഴുവൻ, ഒരു ജനത മുഴുവൻ, ഒരു നാട് മുഴുവൻ നിനക്കൊരു ഉപദ്രവം ഏൽപ്പിക്കാൻ, നിന്നെ പ്രയാസപ്പെടുത്താൻ, നിന്നെ ഉപദ്രവിക്കാൻ ഒരുമിച്ച് കൂടിയാൽ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അല്ലാഹു നിന്റെ മേൽ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അല്ലാഹു അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, എത്ര ആളുകൾ തീരുമാനിച്ചാലും ഒരുമിച്ച് കൂടിയാലും നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണല്ലോ നമസ്കാര ശേഷം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ തരുന്നത്, നീ തന്നത് തടയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. നീ തടയുന്നത് നൽകാനും ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന വിശ്വാസമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരീക്ഷണ ഘട്ടങ്ങളിൽ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളിലും, പ്രതിസന്ധികളിലും, ബുദ്ധിമുട്ടുകളിലും, ദുരിതങ്ങളിലും ക്ഷമ കൈക്കൊള്ളാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇൻ അസ്സബറു ഇൻ ഇൻദ സ്വദമത്തിൽ ഊല, ക്ഷമ ആദ്യഘട്ടത്തിൽ വേണം. ക്ഷമ ആദ്യഘട്ടത്തിൽ ഉണ്ടാകണം. പരീക്ഷണങ്ങളുടെ ആദ്യഘട്ടങ്ങളിൽ ക്ഷമിക്കാനുള്ള, സഹിക്കാനുള്ള മനസ്സ് ഉണ്ടാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ക്ഷമ എന്ന ഉത്തമമായ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് കഴിയണം. പ്രയാസങ്ങളിലും, പ്രതിസന്ധികളിലും, പരീക്ഷണങ്ങളിലും ക്ഷമ കൈക്കൊള്ളാൻ സാധിക്കണം. നന്മകൾ കൃത്യമായി ചെയ്യുന്നതിൽ ക്ഷമ നമുക്ക് വേണം. നന്മ ചെയ്യുന്നതിൽ ക്ഷമ കൈക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഇപ്രകാരം ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അല്ലാഹു സദാസമയവും ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്, നിങ്ങൾ സഹനം കൊണ്ടും നമസ്കാരം കൊണ്ടും അല്ലാഹുവിനോട് സഹായം തേടുക. നിങ്ങൾ ക്ഷമ കൊണ്ട് അല്ലാഹുവിനോട് സഹായം തേടുക. പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുകയും റബ്ബിനോട് സഹായം തേടുകയും ചെയ്യണം. റബ്ബിനോട് തവക്കുൽ ചെയ്യണം. ഫഇദാ അസംത, നീ ഒരു കാര്യം തീരുമാനിച്ചാൽ ഫതവക്കൽ അലല്ലാഹ്, നീ അല്ലാഹുവിനോട് തവക്കുൽ ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ക്ഷമയും നമസ്കാരവും കൊണ്ട് നീ അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. ഇന്നല്ലാഹ മഅസ്സബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. നോക്കൂ നിങ്ങൾ, വാഗ്ദാനം ലംഘിക്കാത്ത റബ്ബ് ഒരിക്കലും താൻ അല്ലാഹു പ്രഖ്യാപിച്ച ഒരു കാര്യം ഒരിക്കലും അടിമകൾക്ക് ചെയ്തു നൽകുകയില്ല എന്നല്ല, എല്ലാ വാഗ്ദാനങ്ങളും കൃത്യമായി പൂർത്തീകരിക്കുന്നവനെന്നാണ് അള്ളാഹുവിന്റെ വിശേഷണമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ അള്ളാഹു നമുക്ക് നൽകുന്ന ഉറപ്പ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്നാണ്. ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്നാണ്. വല്ലാഹു മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. വസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, ജീവിതത്തിന്റെ ഏത് മേഖലയിലും ക്ഷമ കൈക്കൊള്ളാൻ നമുക്ക് കഴിയണം. കോപത്തെ ഒതുക്കി വെക്കാൻ കഴിയണം. വിശ്വാസികളായ അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വൽ കാളിമീനൽ ഗൈദ്, അവർ കോപത്തെ ഒതുക്കി വെക്കുന്നവരാണ്. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് ക്ഷമയോടെ മാപ്പ് കൊടുക്കുന്നവരാണ്, വിട്ടുവീഴ്ച കാണിക്കുന്നവരാണ് എന്നാണ്. വിട്ടുവീഴ്ച കാണിക്കുന്നവരാണ്, ക്ഷമിക്കുന്നവരാണ്, കോപത്തെ പിടിച്ചു നിർത്തുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ക്ഷമിച്ചാൽ, അങ്ങനെ സഹനം നമുക്കുണ്ടായാൽ, റബ്ബിൽ ഭരമേൽപ്പിക്കുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടായാൽ, ഒരു രീതി നമുക്കുണ്ടായാൽ, നമുക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. അതാണ് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സഹായം. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് മൂസാ നബിയും സംഘവും പോകുമ്പോൾ ചെങ്കടലിന്റെ മുന്നിലെത്തിയപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന, എങ്ങനെയാണ് ഈ ചെങ്കടലിനെ മറികടക്കുക എന്ന
ഒരവസ്ഥയുണ്ടായപ്പോൾ പരീക്ഷണമാണ്. പിന്നിൽ ഫിർഔനും സംഘവും ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ. ഫലമ്മാ തറാ അൽ ജംആൻ, ആ ഇരു സംഘങ്ങളും കണ്ടുമുട്ടി. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ ഖാല അസ്ഹാബു മൂസ, മൂസയുടെ ആളുകൾ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഇന്നാ ലമുദ്റഖൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു പോയി. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ആ പ്രതിസന്ധി ഘട്ടത്തിൽ, പരീക്ഷണ ഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, കല്ല, അങ്ങനെയല്ല, ഒരിക്കലുമല്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്നാണ്. എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ക്ഷമയോടെ സഹനത്തോടെ റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ തീർച്ചയായും നമുക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. റബ്ബിന്റെ മറുപടിയാണ്, മൂസ, നീ നിന്റെ വടി കൊണ്ട് കടലിൽ അടിക്കണമെന്നാണ്. അത്രയും നേരം വടി കയ്യിലുണ്ടായിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്ന മൂസാ നബി അലൈഹിസ്സലാമും തന്റെ കൂടെയുള്ളവർക്കും അള്ളാഹുവിന്റെ ആശ്വാസമാണ്. റബ്ബന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം കൊണ്ട്, എന്ന പ്രഖ്യാപനം കൊണ്ട് അള്ളാഹുവിന്റെ മറുപടി, നീ നിന്റെ വടി കൊണ്ട് കടലിൽ അടിക്കണമെന്നാണ്. ചരിത്രം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കടൽ പുലരുകയും മൂസാ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരും രക്ഷപ്പെട്ടു എന്ന ചരിത്രം പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ് നമ്മൾ. ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, ഏത് പ്രതിസന്ധിയിലും അല്ലാഹ് തീരുമാനിച്ചതല്ലാതെ നമുക്ക് സംഭവിക്കുകയില്ല. റബ്ബിൽ വരമേൽപ്പിച്ചാൽ, റബ്ബിൽ അടിയുറച്ച വിശ്വാസത്തോടെ ക്ഷമയോടെ മുന്നോട്ട് പോയാൽ അള്ളാഹു കൂടെ ഉണ്ടാകുമെന്നുള്ള ധൈര്യമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ അദ്ദേഹം പറഞ്ഞത് ഹസ്ബി അല്ലാഹ് എന്നാണ്. ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി എന്നാണ്. വനിഅമൽ വകീൽ, വരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ എന്റെ റബ്ബാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അത്ര വലിയ പ്രതിസന്ധിയുടെ ഒരു നടുവിൽ പോലും അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ കാണിച്ച വിശ്വാസത്തിന്റെ കരുത്താണ് നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കേണ്ടത്. അള്ളാഹുവിന്റെ മറുപടി, നീ ഇബ്രാഹിമിന് തണുപ്പാകണമെന്നാണ്, സമാധാനമാകണമെന്നാണ്. അതാണ് വിശ്വാസികൾക്ക് റബ്ബിൽ വരവേൽപ്പിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അതാണ് സഹായം, അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ മനസ്സ് മടുക്കാതെ, തളർന്നു പോകാതെ, ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, പെട്ടെന്ന് മനസ്സ് മടുക്കുകയും മനസ്സ് തളർന്നു പോവുകയും ആത്മഹത്യ പോലെയുള്ള ഇസ്ലാം ഗുരുതരമായ കുറ്റമായി പഠിപ്പിച്ച തിന്മകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യാൻ. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു കുട്ടി ആത്മഹത്യ, തന്റെ കൈ മുറിച്ച് ആത്മഹത്യ ചെയ്തത് താൻ മത്സരിച്ച ഒരു ഇനത്തിൽ സെക്കൻഡ് കിട്ടിയതിനാണ്, 2ാം സ്ഥാനം കിട്ടിയതിനാണ്. കഴിഞ്ഞ 2 വർഷം 1ാം സ്ഥാനം കിട്ടിയത്. ഈ 3ാമത്തെ വർഷം മത്സരിച്ചപ്പോ അവളെക്കാൾ ഒന്നുകൂടി ടാലന്റ് ആയിട്ടുള്ള ഒരു കുട്ടി മത്സരിച്ചു, അവൾക്ക് ഫസ്റ്റ് കിട്ടി, ഇവൾക്ക് സെക്കൻഡായി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്യാൻ. നോക്കൂ നിങ്ങൾ, എത്ര നിസ്സാരമായ പരാജയങ്ങളിൽ, പരീക്ഷണങ്ങളിൽ, തോൽവികളിൽ ക്ഷമിക്കാൻ കഴിയാത്തവരായി, അതൊരു പരീക്ഷണ ഘട്ടമാണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്തവരായി, ഈ പരാജയത്തിന് ശേഷം ഒരു വിജയം വരാനുണ്ട് എന്ന ചിന്തയില്ലാതെ ജീവിക്കുന്ന ആളുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പരീക്ഷണങ്ങളിൽ, വേദനകളിൽ, ബുദ്ധിമുട്ടുകളിൽ ക്ഷമിക്കാൻ കഴിയണം. അതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ക്ഷമയോടെ, സഹനത്തോടെ റബ്ബിൽ വരമേൽപ്പിച്ച് തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്.
അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂചിപ്പിച്ചു വന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അവരോടൊപ്പമാണ് എന്ന് പഠിപ്പിച്ച ചില വിഭാഗം ആളുകളെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തേത് പറഞ്ഞത് ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്നാണ്. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്നാണ്. രണ്ടാമത് അള്ളാഹു പറഞ്ഞത് അള്ളാഹു ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ എന്നാണ്. അള്ളാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ് എന്ന്. സൂക്ഷ്മത പാലിക്കുന്ന, ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരോടൊപ്പം അള്ളാഹു എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭങ്ങളിലും കൂടെ ഉണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു ഉള്ളത്. എന്താണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കലും അള്ളാഹുവിനെ മറക്കാതെ ഓർക്കലും അള്ളാഹുവിനെ നന്ദി കേട് കാണിക്കാതെ സദാസമയവും ആരാധനകളിലൂടെ, ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, നന്മയായ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിനെ നന്ദി കാണിച്ച് ജീവിക്കലുമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. വഅലമൂ, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിശ്ചയം അള്ളാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ് എന്ന്. അങ്ങനെ ഒരു മുത്തഖിയാകാൻ, തഖ്വയുള്ളവരാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. പല ആളുകൾ പറയും മുത്തഖിയാകാൻ, തഖ്വയുള്ളാകാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് സാധിക്കുന്നില്ല. അള്ളാഹു മനുഷ്യർക്ക് ഒരു വസിയത്തായി നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് തഖ്വ എന്ന് പറയുന്നത്. നിങ്ങൾ തഖ്വയുള്ളവരാകണമെന്ന് എല്ലാ ജുമകളിലൂടെയും എല്ലാ പ്രസംഗങ്ങളുടെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്ന ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? നമുക്ക് തോന്നുന്ന മേഖലകളിൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് സൗകര്യമുള്ള സന്ദർഭങ്ങളിലല്ല. ഹഖ്ഖ തുഖാത്തിഹി, റബ്ബിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. അതിനൊരു ചേലും കോലൊക്കെ ഉണ്ട്. സദാസമയവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാകണം. ഏത് മേഖലയിലും അള്ളാഹു പഠിപ്പിച്ച മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നവരാകണം. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന്റെ വിധി വിലക്കുകൾ പാലിച്ച് ജീവിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞത്. അള്ളാഹു നിർബന്ധമാക്കിയത് പ്രവർത്തിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അള്ളാഹു വിരോധിച്ചത്, അവന്റെ പ്രവാചകൻ ചെയ്യരുതെന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ പരിമിതപ്പെടുത്തലാണ്, മാറ്റി നിർത്തലാണ് തഖ്വ എന്ന് പറയുന്നത്. അതിന് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും എടുത്തു നോക്കി നിങ്ങൾ. നമ്മുടെ ആരാധനയുടെ വിഷയത്തിൽ നമ്മുടെ സൂക്ഷ്മതയും ശ്രദ്ധയും എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുക. തിന്മകളെ സമീപിക്കുന്ന വിഷയത്തിൽ എങ്ങനെയാണ് നമ്മുടെ രീതി എന്ന് നമ്മൾ പരിശോധിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വ ഉണ്ടാകാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? റസൂൽ പറഞ്ഞു, ഇത്തഖിൽ മഹാരിം, നീ ഹറാമുകളെ സൂക്ഷിക്കണമെന്നാണ്. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തെറ്റുകളെ നീ സൂക്ഷിക്കണം. വലിയ തിന്മകളെ പോലും നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. എല്ലാ തിന്മകളെയും നിസ്സാരവൽക്കരിക്കുന്ന ഒരു ലോകം. ഇതിൽ നിന്ന് മാറാൻ, നമ്മുടെ മനസ്സ് തഖ്വയുള്ളതാകാൻ ഇസ്ലാം പഠിപ്പിക്കുന്ന ചില നിബന്ധനകളുണ്ട്. ഒന്ന്, കസ്റത്തുൽ ഇബാദാത്ത്, ആരാധനകൾ അധികരിപ്പിക്കുക എന്നതാണ്. ആരാധനകൾ അധികരിപ്പിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കാണേണ്ടത് മുദാവമത്ത് ഉണ്ടാകണം എന്നാണ്. സ്ഥിരതയുണ്ടാകണം. എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകളല്ല, മറിച്ച് അത് സ്ഥിരതയുള്ള പ്രവർത്തനങ്ങളാകണമെന്നതാണ്. നമ്മുടെ നിസ്കാരം നമുക്ക് തോന്നുന്ന സമയത്ത് പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളതല്ല. എത്രയോ ഹദീസുകളാണ് പ്രവാചകനിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ ഗൗരവത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നത്.
റസൂലുള്ളാഹി പറഞ്ഞു, സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫദ്ദി ബി27 ദറജ. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട് സംഘമായി ജമാഅത്തായി നിസ്കരിച്ചാൽ എന്ന്. നീ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തോടൊന്ന് ചോദിച്ചു നോക്കി, ജമാഅത്തായി നിസ്കരിക്കാൻ എല്ലാ വക്തും ജമാഅത്തായി നിസ്കരിക്കാൻ നമ്മൾ ജോലി സ്ഥലത്താണ്, നമ്മൾ ഇന്ന സ്ഥലത്താണ്, അവിടെയാണ്, വീട്ടിൽ എവിടെയാണെങ്കിലും ഈ കാലഘട്ടത്ത് ഒരു അങ്ങാടിയിൽ ഒരു പ്രദേശത്ത് ചുരുങ്ങിയത് 3 പള്ളികളില്ലാത്ത സ്ഥലങ്ങളില്ല. ചുരുങ്ങിയത് 3 പള്ളികളില്ലാത്ത സ്ഥലമില്ല. എല്ലാ സംഘടനകളുടെയും പേരിൽ പള്ളികളാണ് ഇപ്പോ. പള്ളികളില്ലാത്ത പ്രശ്നം നമുക്കില്ലല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കിയും 5 വക്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ എന്ത് തടസ്സമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? എന്ത് തടസ്സമാണ് നമുക്കുള്ളത്? ഒന്ന് ചിന്തിക്കുക. ഒരിക്കൽ ഞാനൊരു ചരിത്രം പറയാം. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, കണ്ണ് കാണാത്ത സ്വഹാബിയാണ്. കണ്ണ് കാണാത്ത സ്വഹാബി എന്ന് പറയുമ്പോ അതിന്റെ പ്രയാസം എന്താന്ന് അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. അത് അനുഭവിക്കുന്നത്, കണ്ണില്ലാതാകുമ്പോഴേ കണ്ണിന്റെ വില അറിയുള്ളൂ എന്ന് പറയില്ലേ. നമ്മൾക്ക് കണ്ണില്ല എന്ന് വിചാരിച്ച് എങ്ങനെയാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് ഒന്ന് കയറുക? എങ്ങനെയാണ് നമ്മൾ വുദു എടുക്കുക? എങ്ങനെയാണ് നമ്മൾ പൈപ്പിന്റെ അടുത്തേക്ക് പോകുക? എങ്ങനെയാണ് നമ്മൾ സൊഫിലേക്ക് വരിക? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു നബിന്റെ അടുത്ത് വന്നിട്ട് നബിയോട് പറയാൻ, നബിയെ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരു ഖായിദ്, ഒരു സഹായി ഇല്ല, നയിച്ചു കൊണ്ടുവരാൻ ഒരാളില്ല. കാരണം മുമ്പിലുള്ള അപകടങ്ങളെ തിരിച്ചറിയാൻ കഴിയൂല. ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ പോരെ, ഇളവ് ചോദിക്കണം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ അദ്ദേഹത്തിന് അനുവാദം നൽകി, ഇളവ് നൽകി എന്നാണ്. അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു എന്ന കണ്ണു കാണാത്ത അന്ധനായ സ്വഹാബിയോട് റസൂലുള്ളാഹി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഹൽ സമിഅത നിദാ, നീ ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു വക്ത് നിസ്കാരത്തിന് എത്ര ബാങ്ക് നമ്മൾ കേൾക്കാറുണ്ട്? എത്ര പള്ളി വിനാരങ്ങളിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ, നമസ്കാരത്തിലേക്ക് വാടോ എന്ന് വിളിക്കാറുണ്ട്. ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കാറുണ്ട്. അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ ഉത്തമം നിനക്ക് നമസ്കാരമാണ് എന്ന് വിളിക്കാറുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിച്ചത്, നീ ബാങ്ക് കേൾക്കാറുണ്ടോ എന്നാണ്. നബി പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, പ്രവാചകൻ, ഞാൻ ബാങ്ക് കേൾക്കാറുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞത്, ഫഅജിബ്, നീ അതിന് ഉത്തരം കൊടുക്കണം. നമ്മൾ എന്താണ് പ്രിയപ്പെട്ടവർ അള്ളാന്റെ കോടതിയിൽ മറുപടി പറയാൻ? അന്ധനായ സ്വഹാബിയോട് പോലും പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണമെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ ആസ്വദിക്കുന്നവരാണ് നമ്മൾ. എന്ത് പ്രയാസമാണ് നമുക്ക് പറയാൻ. ചെറുവിരലിനൊരു വളവ് പോലും അള്ളാഹു നമുക്ക് തന്നിട്ടില്ല. അൽഹംദുലില്ലാ. സ്തുതിച്ചാ തീരോ? നമുക്ക് നന്ദി ചെയ്താ മതിയാകോ? ഈ നമസ്കാരം, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീൻ കിതാബൻ മൗഖൂത, സമയബന്ധിതമായി നഷ്ടപ്പെടാതെ വീഴ്ചയില്ലാതെ നിർവഹിക്കേണ്ട ഒരു ആരാധനാ കർമ്മമാണ് നിസ്കാരം. അതിന്റെ കാര്യത്തിൽ എത്ര ഗൗരവമാണ് നമ്മൾ കാണിക്കാറുള്ളത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക. നമ്മുടെ ജീവിതം മാറണം, റബ്ബിലേക്ക് തിരിച്ചു വരണം. നമ്മൾ ആരാധനകൾ സ്ഥിരമായി ചെയ്യുന്നവരാകണം. ഏത് സാഹചര്യത്തിലായാലും നമസ്കാരം നഷ്ടപ്പെടുന്ന, ജമാഅത്ത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് കൃത്യമായി സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. സുന്നത്ത് നമസ്കാരങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, മൻ സല്ലാ ഫി 12 റകഅത്തൻ തതവ്വുഅൻ ബുനിയ ലഹു ബൈത്തുൻ ഫിൽ ജന്ന. ഒരു ദിവസം 12 റകഅത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്നാണ്. സ്വർഗണ്ട് നല്ല, സ്വർഗത്തില് ആ പ്രവർത്തനം കാരണം അനുഗ്രഹമായ ഒരു വീട് തന്നെ അള്ളാഹു നിർമ്മിക്കുമെന്നാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ, നിസ്കാരം കഴിഞ്ഞാല് അതിന്റെ ശേഷം ഒരു 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കാൻ കഴിയാത്ത വിധം എന്ത് തിരക്കാണ് നമുക്കുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി.
എന്ത് തിരക്കാ നമുക്കുള്ളത്. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് സമയം ഉണ്ടാകാറില്ല. പടച്ചോനെ ഈ ചെയ്തത് സ്വീകരിക്കറപ്പേ എന്ന് പ്രാർത്ഥിക്കാൻ പോലും സമയമല്ല ആളുകൾക്ക്. സലാം വീട്ടിലിന്റെ നമ്മൾ മുറ്റത്തെത്തിയിട്ടുണ്ടാവും. ഈ നിലപാടും ഈ രീതിയൊക്കെ നമ്മൾ മാറ്റണം പ്രിയപ്പെട്ട സഹോദരൻ. അള്ളാഹ്ക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണം. അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞപ്പോ വഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി മനസ്സിണക്കപ്പെട്ട മനുഷ്യരാണ്. നമ്മക്കാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഇവിടെ ഏറെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ എന്നാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ് എന്നാണ്, അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് എന്ന്. ഇവിടെ ഒരു 5 മിനിറ്റ് ഏറെ ഇരിക്കുക എന്ന് പറഞ്ഞാല് ഭയങ്കര ഇടങ്ങേറുള്ള ഒരു സംഗതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ മാറണം. അള്ളാഹു ഏറ്റവും വെറുക്കുന്ന സ്ഥലം അങ്ങാടികളാണെന്നാണ്. നമ്മളൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന അങ്ങോട്ടാണ്. ഇതാണ് കഴിഞ്ഞാൽ ഓടിപ്പോണത് അങ്ങോട്ട്. വെറുതെ അങ്ങാടിയിൽ പോയി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാനാണ്. നമ്മളൊന്ന് ചിന്തിക്കുക. അള്ളാഹു തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണ്ടേ? റബ്ബിനെ ഓർക്കണ്ടേ? റബ്ബിന് നന്ദി കാണിക്കുന്നവരായി തീരണ്ടേ? ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിച്ചുകൊണ്ട് ഒരു നല്ല വിശ്വാസിയായി തീർന്നാൽ അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടാകും. ഏത് പ്രതിസന്ധിയിലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. അത് അള്ളാഹുവിന്റെ ഉറപ്പാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വമൻ യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ എന്ന്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണോ അവൻ അള്ളാഹു ഒരു വഴി ഒരുക്കി കൊടുക്കുമെന്നാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു ഒരു വഴി ഒരുക്കി കൊടുക്കുമെന്നാണ്. അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവന് റിസ്ക് നൽകുമെന്നാണ്. അള്ളാഹുവിന്റെ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഈ രൂപത്തിൽ ചിട്ടപ്പെടുത്തുകയും അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞ ഈ 2 വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണം. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. ഇനിയുമുണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ സൂചിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള, വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന, ക്ഷമയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ആഴ്ചയിലെ പിരിവ് എന്ന് പറഞ്ഞ പള്ളി കേന്ദ്ര പള്ളി ഫണ്ടിലേക്കുള്ളതാണ്. പള്ളി നിർമ്മാണത്തിനും അതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ എല്ലാവരും സഹായിക്കണം. സ്വതഖത്തുൻ ജാരിയൻ, നമ്മുടെ സമ്പത്തിൽ നിന്ന് ആത്മാർത്ഥമായി കൊടുത്താൽ, നല്ല നീയത്തോടെ കൂടി കൊടുത്താൽ അത് നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന പ്രവർത്തനമാണ് സ്വതഖത്തുൻ ജാരിയൻ. അതുകൊണ്ട് ആത്മാർത്ഥമായി മനസ്സിന്റെ ഉള്ളിൽ നിന്ന്, നമ്മുടെ തെരഞ്ഞിട്ട് ഏറ്റവും ചെറിയ സംഖ്യയല്ല, കഴിയുന്നതിൽ ഏറ്റവും കൂടുതൽ സംഖ്യ ഇത്തരം സ്വതക്കകളിലേക്ക് ദാനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി തീരുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരു വാർത്ത ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഫൈസൽ എന്നൊരു സഹോദരൻ 2 ദിവസം മുൻപ് മരണപ്പെട്ട ഒരു വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായ വസിയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബർക്കത്തും അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പരീക്ഷണങ്ങളിൽ, പ്രതിസന്ധികളിൽ ക്ഷമിക്കാനും സഹിക്കാനും റബ്ബിൽ വരമേൽപ്പിക്കാനും റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കാനുമുള്ള ഈമാനികമായ മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനൽ മുസ്ലിമീന വൽ മുജാഹിദീന ഫീ ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനൽ മുസ്ലിമീന വൽ
المجاهدين في غزة. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.